2026 സാമ്പത്തിക വർഷത്തിലേക്കുള്ള H1B വിസയുടെ രജിസ്ട്രേഷൻ പോർട്ടൽ ഓപ്പൺ ആകാൻ കാത്തിരിക്കുന്നവരാണ് ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള നിരവധി വിദേശികൾ. വിദേശികൾക്ക് വിസ അപേക്ഷ സമർപ്പിക്കാനുള്ള കാലാവധി 2025 മാർച്ച് 7 മുതൽ 2025 മാർച്ച് 24 വരെ ആയിരിക്കുമെന്ന് US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസ് അറിയിച്ചിട്ടുണ്ട്. ഈ കാലയളവിൽ അപേക്ഷകരും പ്രതിനിധികളും USCISന്റെ ഓൺലൈൻ പോർട്ടലുകൾ ഉപയോഗിച്ച് വിസയ്ക്കായുള്ള രജിസ്ട്രേഷൻ സമർപ്പിക്കണം. കൂടാതെ രജിസ്ട്രേഷൻ പ്രോസസ്സിംഗിന് ആവശ്യമായ ഫീസും ഈ സമയത്ത് തന്നെ അടയ്ക്കണം. എന്താണ് H1B വിസ പ്രോഗ്രാം? ഏതൊക്കെ മേഖലയിൽ ഉള്ളവർക്ക് അപേക്ഷിക്കാം? അപേക്ഷ സമർപ്പിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട വിവരങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. അമേരിക്കൻ ഗവൺമെന്റ് വിദേശ തൊഴിലാളികൾക്ക് നൽകുന്ന ഒരു നോൺ ഇമിഗ്രന്റ് വിസ പ്രോഗ്രാമാണ് H1B വിസ. ഈ വിസ ഉപയോഗിച്ച് വിദേശ തൊഴിലാളികൾക്ക് താൽക്കാലികമായി അമേരിക്കൻ കമ്പനിയിൽ ജോലി ചെയ്യാൻ സാധിക്കും. H1B വിസ വഴി തൊഴിലാളികൾക്ക് സ്പെഷ്യാലിറ്റി ഒക്കുപേഷന് അപേക്ഷിക്കാവുന്നതാണ്. ഇതിന് ഏതെങ്കിലും മേഖലയിൽ അപേക്ഷകന് പ്രത്യേക അറിവും ഒരു ബിരുദവും വേണം. IT ആൻഡ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്, മെഡിക്കൽ ആൻഡ് ഹെൽത്ത് കെയർ, ഫിനാൻസ് ആൻഡ് അക്കൗണ്ടിംഗ്, ആർക്കിടെക്ചർ ആൻഡ് സിവിൽ എഞ്ചിനീയറിംഗ്, ടെലികമ്മ്യൂണിക്കേഷൻ ആൻഡ് റിസർച്ച് എന്നീ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് H1B വിസയ്ക്ക് അപേക്ഷിക്കാം. ഒരു വർഷം 85,000 വിസകൾ മാത്രമാണ് മന്ത്രാലയം അനുവദിക്കുന്നത്. അതിൽ 65,000 വിസ US-ൽ തൊഴിൽ ചെയ്യുന്ന സാധാരണ അപേക്ഷകൾക്ക് ലഭിക്കും. അതായത് US-ന് പുറത്തുള്ള ഏതെങ്കിലും രാജ്യങ്ങളിൽ പഠിച്ചവരും നിലവിൽ US കമ്പനികളിൽ ജോലി ചെയ്യുന്നവർക്കുമായിരിക്കും ഇത് ലഭിക്കുക. ബാക്കി 20,000 വിസകൾ US യൂണിവേഴ്സിറ്റികളിൽ പഠിച്ച് അവിടെ തന്നെ ജോലി ചെയ്യുന്ന വിദേശ തൊഴിലാളികൾക്കായിരിക്കും ലഭിക്കുക. അപേക്ഷ സമർപ്പിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നോക്കാം. USCISന്റെ ഓൺലൈൻ ഇലക്ട്രോണിക് പോർട്ടൽ വഴിയാണ് അപേക്ഷകൻ H1B വിസയ്ക്കായി അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഓരോ രജിസ്ട്രേഷനും അപേക്ഷാ ഫീസായി $215 അടയ്ക്കേണ്ടി വരും. നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുന്ന ഒരു തൊഴിൽ ഉടമയാണെങ്കിൽ നിങ്ങൾക്ക് USCISന്റെ ഓൺലൈൻ അക്കൗണ്ട് ആവശ്യമാണ്. ഇല്ലെങ്കിൽ നിങ്ങൾ ഒരു ഓർഗനൈസേഷണൽ അക്കൗണ്ട് നിർമ്മിക്കണം. കൂടാതെ നിങ്ങൾ 2021 മുതൽ 2024 വരെ ഈ അക്കൗണ്ടുകൾ വഴി അപേക്ഷകൾ സമർപ്പിച്ചിട്ടുണ്ട്. എന്നാൽ 2025 നിങ്ങൾക്ക് ഈ അക്കൗണ്ട് ഉപയോഗിക്കാനായില്ല, അല്ലെങ്കിൽ വിസ സമർപ്പിക്കാനായില്ല എങ്കിൽ 2026 അപേക്ഷ സമർപ്പിക്കാൻ നിങ്ങൾ ലോഗിൻ ചെയ്യുമ്പോൾ അത് ഓർഗനൈസേഷണൽ അക്കൗണ്ടായി മാറും. ആദ്യമായി രജിസ്റ്റർ ചെയ്യുന്നവർക്ക് എപ്പോൾ വേണമെങ്കിലും അക്കൗണ്ട് നിർമ്മിക്കാൻ സാധിക്കും. അതുപോലെ തൊഴിലുടമകൾക്ക് ക്ലയൻറ്റിനെ എപ്പോൾ വേണമെങ്കിലും ഈ അക്കൗണ്ടുകളിൽ ഉൾപ്പെടുത്താൻ സാധിക്കും. എന്നാൽ ബെനിഫിഷ്യറി വിവരങ്ങൾ നൽകുന്നതും ഫീസ് അടച്ച് രജിസ്ട്രേഷൻ സമർപ്പിക്കാൻ കഴിയുന്നതും മാർച്ച് 7 മുതലേ സാധിക്കുകയുള്ളൂ. 2025 മുതൽ ആരംഭിച്ച ബെനിഫിഷ്യറി സെൻട്രിക് സെലക്ഷൻ പ്രോസസ് 2026 മാറ്റമില്ലാതെ തുടരും. പഴയ രീതിയിൽ രജിസ്ട്രേഷൻ വേർതിരിക്കുന്നതിന് പകരം യുണീക്ക് ബെനിഫിഷ്യറീസിന്റെ അടിസ്ഥാനത്തിലാണ് സെലക്ഷൻ നടക്കുന്നത്. തെരഞ്ഞെടുക്കുന്നവർക്ക് USCISന്റെ ഓൺലൈൻ അക്കൗണ്ടുകൾ വഴി അറിയിപ്പുകൾ ലഭിക്കും. H1B വിസയിൽ തൊഴിലാളികളെ നിയമിക്കാൻ ആഗ്രഹിക്കുന്ന തൊഴിൽ ഉടമകളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ തൊഴിലാളികളെക്കുറിച്ചുള്ള വിവരങ്ങൾ തെറ്റുകൂടാതെ രജിസ്റ്റർ ചെയ്യണം. പ്രാരംഭ രജിസ്ട്രേഷൻ കാലയളവിൽ മന്ത്രാലയം അനുവദിക്കുന്നത് 14 പ്രവൃത്തി ദിവസമാണ്. കൂടാതെ തെരഞ്ഞെടുത്തവർക്ക് മാത്രമേ H1B ക്യാപ് സബ്ജക്റ്റ് ഹർജികൾ ഫയൽ ചെയ്യാൻ കഴിയുകയുള്ളൂ. H1B ക്യാപ് സബ്ജക്റ്റ് ഹർജികൾ ഫയൽ ചെയ്യാൻ H1B ലോട്ടിൽ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള തൊഴിലുടമകൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. മതിയായ വിവരങ്ങൾ അപേക്ഷ സമർപ്പിക്കുമ്പോൾ തൊഴിലുടമകൾക്ക് നൽകാൻ കഴിഞ്ഞില്ലെങ്കിൽ പ്രാരംഭ കാലയളവിൽ ശരിയായി രജിസ്റ്റർ ചെയ്ത എല്ലാവരെയും പരിഗണിക്കും. H1B രജിസ്ട്രേഷൻ പ്രക്രിയയിൽ സമഗ്രത വർദ്ധിപ്പിക്കുക, കള്ളത്തരങ്ങൾ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് 2024 ജനുവരി 30 US മന്ത്രാലയം നിരവധി മാറ്റങ്ങൾ കൊണ്ടുവന്നത്. മുമ്പ് ഒന്നിലധികം തൊഴിലുടമകൾ ഒരേ വ്യക്തികളെ രജിസ്റ്റർ ചെയ്യുമായിരുന്നു. അതുകൊണ്ട് തന്നെ ലോട്ട് എടുക്കുമ്പോൾ ആ വ്യക്തികൾക്ക് ഒന്നിലധികം പ്രാവശ്യം ലോട്ട് വീഴാൻ സാധ്യതകൾ കൂടുതലായിരുന്നു. എന്നാൽ ഇപ്പോൾ ഒരു വ്യക്തിയെ ലോട്ടിൽ ഒരു പ്രാവശ്യം മാത്രമേ പരിഗണിക്കുകയുള്ളൂ. കൂടാതെ തൊഴിലുടമകൾ തൊഴിലാളികളുടെ യാത്രാരേഖകൾ, പാസ്പോർട്ട് തുടങ്ങിയവയും നൽകണം.